ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വാഴയ്ക്ക ബജ്ജി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് മിക്കവാറും എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി ആയിരിക്കും. പക്ഷേ എനിക്കൊരു മെയിൽ വന്നിരുന്നു, ഇതേപോലെ ഇതിൻ്റെ റെസിപ്പി ഇടാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് റെസിപ്പി ഇടുന്നത്. ഇപ്പോൾ വാഴയ്ക്ക ബജ്ജിക്ക് നമുക്ക് വേണ്ടത് വാഴയ്ക്കാണ്. ഇപ്പോൾ 2 എണ്ണമാണ് ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളയണം. ആദ്യം ഇതിൻ്റെ തൊലി നമുക്ക് മുറിച്ച് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ നല്ലതുപോലെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ലൈസർ വെച്ചിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലത്തെ ഒരു സ്ലൈസർ എടുക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമുക്കിത് മുഴുവനായിട്ട് തന്നെ നല്ല വലുപ്പത്തിൽ സ്ലൈസ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഈ വാഴയ്ക്ക പകുതി മുറിച്ചതിന് ശേഷം 2 ഭാഗമായിട്ട് മുറിക്കുക. അതിനുശേഷം നമുക്ക് ഇത് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം, നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. പിന്നെ ഇത് സ്ലൈസ് ചെയ്ത് എടുക്കുമ്പോൾ ഒരുപാട് കനം കുറയ്ക്കരുത്, അതേപോലെ ഒരുപാട് കട്ടിയാവരുത്, ഒരു മീഡിയം സൈസിലായിരിക്കണം. ഇതിപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വാഴയ്ക്ക ഞാൻ ഇതേപോലെ മുഴുവനായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നേരത്തെ കട്ട് ചെയ്തത് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി നമുക്കൊരു ബൗളിലേക്ക് 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ അരിപ്പൊടി ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇഡ്ഡലി മാവാണ് ചേർക്കുന്നത്. നമ്മളിത് ഇഡ്ഡലി മാവ് ചേർക്കുമ്പോഴും പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ ബജ്ജിക്ക്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു മെത്തേഡിൽ ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം മനസ്സിലാവും. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ മാവ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇപ്പോൾ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് വറുത്ത് പൊടിച്ച ജീരകപ്പൊടിയാണ്. ഇത് നമ്മൾ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ബജ്ജിക്ക്. അപ്പോൾ ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയും 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ദോശമാവിലും കുറച്ച് വെള്ളം എല്ലാം കൊണ്ട് നമുക്ക് വെള്ളം നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇപ്പോൾ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യുക. കട്ടയില്ലാത്ത വിധം നല്ലതുപോലെ മിക്സ് ചെയ്യണം. വെള്ളം ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് ഒരുപാട് ലൂസാവരുത്, അതേസമയം ഒരുപാട് കട്ടിയാവരുത്. നമുക്കറിയാലോ ബജ്ജിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ബാറ്റർ അതേപോലത്തെ കൺസിസ്റ്റൻസിയിലാക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ മാവ്. ഇതേപോലെ ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറുക്കാൻ ആവശ്യമായ എണ്ണ ചൂടാക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടായ എണ്ണയിൽ നിന്നും 1 ടേബിൾ സ്പൂൺ എണ്ണ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈ നമ്മുടെ ബജ്ജി നല്ല ക്രിസ്പി ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതല്ലെങ്കിൽ നമുക്ക് കുറച്ച് സോഡാ പൊടി ചേർത്താൽ കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിരിക്കും. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത വാഴയ്ക്ക ഓരോന്നും ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 സൈഡും നല്ലതുപോലെ മുക്കിയതിന് ശേഷം എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഈ ബാറ്റർ നല്ലതുപോലെ ഈ വാഴയ്ക്കയിൽ നല്ലതുപോലെ കോട്ട് ചെയ്യണം, എന്നാലേ ശരിക്കും അത് ഒട്ടിപ്പിടിക്കുള്ളൂ. ഈ വാഴയ്ക്ക എണ്ണയിലിട്ടതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്ക് ഇത് വറുത്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 2 സൈഡും നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള വാഴയ്ക്ക ബജ്ജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ സോഡാപ്പൊടി ഇട്ടിട്ടും നമുക്ക് ഇതേപോലെ ചെയ്യാം. ബാക്കിയുള്ള വാഴയ്ക്കയും കൂടി നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാം. നല്ലൊരു സ്നാക്കാണിത്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വാഴയ്ക്ക ആയതുകൊണ്ട് ഒരു വെജിറ്റബിൾ നമ്മൾ കഴിക്കുകയും ചെയ്യാം. പിന്നെ നല്ലൊരു സ്നാക്കും ആയിരിക്കും.
കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. പിന്നെ നല്ല ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ നിങ്ങളെന്തായാലും ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക്